നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ ബിരിയാണി റെഡിയാക്കിയാലോ. ഒരു പാനിൽ അല്പം എണ്ണയും നെയ്യും കൂടെ ചൂടാക്കിയിട്ട് ആദ്യം നമുക്ക് 3 സവാള ചെറുതായിട്ട് അരിഞ്ഞത് വഴട്ടി ഒരു ലൈറ്റ് ബ്രൗൺ ആവുന്നത് വരെ വഴട്ടിയിട്ട് നമുക്ക് മാറ്റി വെക്കാവുന്നതാണ്. ഇനി ഇതിനേക്ക് വേണ്ടിയിട്ടുള്ള അരി വേവിച്ചെടുക്കാവുന്നതാണ്. അരി വേവിക്കാൻ വേണ്ടിയിട്ട് വേറൊരു പാനിൽ അല്പം എണ്ണയും നെയ്യും കൂടെ ചേർത്ത് ഹോൾ സ്പൈസസും കൂടെ ഇട്ടിട്ട് 3 കപ്പ് കൈമ റൈസാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ വെള്ളം ഒരു കപ്പ് റൈസിന് 1.5 കപ്പ് വെള്ളം. അപ്പം ഇവിടെ മൊത്തം ഒരു 4.5 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. പിന്നെ അല്പം മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ നേരത്തെ നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരുന്ന ഉള്ളിയില്ലേ, അതിലൊരു 2 ടീസ്പൂൺ ഉള്ളിയും കൂടെ ചേർത്തിട്ട് നമുക്ക് ഒരു 7 മിനിറ്റ് ചെറിയ തീയിൽ അടച്ച് വെച്ചിട്ട് വേവിക്കാം. ഇനി വേറൊരു പാനിൽ അല്പം എണ്ണയും ഹോൾ സ്പൈസസും ഒക്കെ ഇട്ട് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതെല്ലാം ചതച്ചതും പിന്നെ ഒരു 3 തക്കാളി ഇതുപോലെ ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് വേവിച്ചെടുക്കണം. അടച്ചു വെച്ചിട്ട് വേവിച്ച് ചെറിയ തീയിലെടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യാം. നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കതിലേക്ക് നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിരുന്ന സവാളയിലെ ബാക്കി ഒരു 2-3 ടീസ്പൂണും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമുക്കതിലേക്ക് നമ്മുടെ എടുത്ത് വെച്ചിരിക്കുന്ന പ്രോൺസും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി മൂടി വെച്ച് ഒരു വെള്ളം ഇറങ്ങുന്നത് വരെ നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പുതിനയിലയും മല്ലിയിലയും പിന്നെ നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന റൈസും കൂടെ ചേർത്ത് അധികം പ്രസ് ചെയ്യാൻ പാടില്ല. എന്നിട്ട് ലെയർ ബൈ ലെയറായിട്ട് നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും പിന്നെ ഞാനിവിടെ കിസ്മിസും അണ്ടിപ്പരിപ്പും കൂടെ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ചേർത്ത് ദം ചെയ്തെടുക്കാവുന്നതാണ്. ടേസ്റ്റി ബിരിയാണിയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.